8 മാസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ ഏറെക്കുറെ പഴയതുപോലെയായി. അമൃത വീണ്ടും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. ഇടതുകാലിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്നതൊഴിച്ചാൽ അവൾ ആരോഗ്യവതിയായിരുന്നു. വല്ലപ്പോഴും ഗിരീഷ് മംഗലാപുരത്ത് വന്ന് അവളെ കാണുമായിരുന്നു. ദിവസവും ഫോൺ ചെയ്യും. അവർക്കിടയിൽ ഒരു നല്ല സൗഹൃദം രൂപപ്പെട്ടു. ഒരു ദിവസം അമൃതയെ കാണാൻ വന്ന ഗിരീഷിൻ്റെ കൂടെ ശ്രാവണിയും ഉണ്ടായിരുന്നു, ഗിരീഷിൻ്റെ മകൾ. അമൃത സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. ഹോസ്പിറ്റലിന് പുറത്തെ കൂൾ ബാറിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന സ്വഭാവക്കാരിയാണ് ശ്രാവണി. അമൃതയോടും അങ്ങനെ തന്നെ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗിരീഷിന് ഒരു ഫോൺ വന്നു. അവൻ പുറത്തേക്ക് പോയി. ശ്രാവണി അമൃതയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കളിയാക്കാണോ? അല്ല, സത്യമായിട്ടും ചേച്ചി ശരിക്കും ഒരു സുന്ദരിയാ, ഒരു മാലാഖയെ പോലെ. അതിനു മോള് മാലാഖയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. മാലാഖമാർ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷം തരുമെന്ന് ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുമുണ്ട്. എൻ്റെ പപ്പയെ നോക്ക്, ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോൾ എന്ത് ഹാപ്പിയാ. പപ്പ മോളുടെ കൂടെ ഹാപ്പിയല്ലേ? അതെ, പക്ഷേ ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മിയെ ഓർത്താവും. ഇപ്പോൾ ഇല്ലാട്ടോ. ചേച്ചിയെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പപ്പ ഒത്തിരി സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമൃത ഒന്നും മിണ്ടിയില്ല. ചേച്ചിക്ക് പപ്പയെ കല്യാണം കഴിക്കാവോ? അമൃത പെട്ടെന്ന് ഞെട്ടിപ്പോയി. മോൾ എന്താ പറഞ്ഞേ? എൻ്റെ പപ്പ പാവമാ ചേച്ചി. മമ്മിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ പപ്പയുടെ കൂടെ വിടാൻ കോർട്ടിൽ പപ്പ കെഞ്ചിയതാ. പക്ഷേ മൈനർ ആവാത്തതുകൊണ്ട് മമ്മിയുടെ കൂടെ വിട്ടു. എനിക്ക് പപ്പയാ ഏറ്റവും ഇഷ്ടം. ആരുമില്ലാത്തതുപോലെ പപ്പ ജീവിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കട ചേച്ചി. ചേച്ചി കൂടെ ഉണ്ടായാൽ എന്നും എൻ്റെ പപ്പ സന്തോഷമായിരിക്കും. തൻ്റെ മുന്നിലിരിക്കുന്ന 12 വയസ്സുകാരിക്ക് വല്ലാത്തൊരു പക്വതയുള്ളതുപോലെ അമൃതയ്ക്ക് തോന്നി. അവൾ എന്തോ പറയാൻ തുടങ്ങവേ ഗിരീഷ് കയറി വന്നു. പോകേണ്ട നമുക്ക്. അവളെ ഞാനിപ്പം വിടുന്നില്ല. നമുക്ക് പാർക്കിലൊക്കെ പോകാനുണ്ട്. അയ്യോ, നാട്ടിലെത്തുമ്പോൾ നേരം ഒരുപാടാകും. സാരമില്ല, മോള് ആദ്യമായിട്ടല്ലേ വന്നത്. ഹാഫ് ഡേ ലീവ് എടുത്ത് ഡ്രസ്സ് മാറി അമൃത അവരെയും കൂട്ടി പാർക്കിലേക്ക് പോയി. ശ്രാവണി ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് ഊഞ്ഞാലാടുകയാണ്. അതും നോക്കിയിരിക്കുന്ന ഗിരീഷിൻ്റെ അടുത്ത് അമൃത പോയിരുന്നു. ഗിരിയേട്ടൻ നിരീശ്വരവാദിയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? പണ്ട് ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ആ ബുക്ക് വായിക്കുന്നത് കണ്ടായിരുന്നു. ഗിരീഷ് ഒന്ന് ചിരിച്ചു. ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല. ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്നെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ മനസ്സിന് ബോധ്യമായാൽ ഞാൻ വിശ്വസിക്കും. ഞാൻ ഗിരിയേട്ടൻ്റെ ആരാ? ഇതെന്താടോ ഇങ്ങനെയൊരു ചോദ്യം? പറ. അങ്ങനെ ആരാണെന്നൊന്നും ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. ആരൊക്കെയോ ആണ്. ഗിരിയേട്ടന് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? അവൻ പെട്ടെന്ന് അത് കേട്ടപ്പോൾ സ്തംഭിച്ചു പോയി. നീ എന്തൊക്കെയാ ഈ ചോദിക്കുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ അമ്മു? ബോധത്തോടെ തന്നെയാ ചോദിച്ചത്. എൻ്റെ കാര്യം പറയാം. എനിക്ക് തോന്നിയിട്ടുണ്ട്. തുറന്നു പറയാൻ പേടിയായിരുന്നു. ഗിരിയേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം. പക്ഷേ ഇന്ന് മോള് അവളുടെ മനസ്സിലെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. അവളെന്തു പറഞ്ഞു? അത് അവളോട് ചോദിച്ചോ? ഇപ്പോൾ എൻ്റെ ചോദ്യത്തിന് മറുപടി താ. എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഏട്ടന്? അതൊന്നും ശരിയാവില്ലടോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് കൂടെ ഒരു ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. കുടുംബജീവിതം പരാജയപ്പെട്ട എൻ്റെ കൂടെ ചേർന്ന് അത് നശിപ്പിക്കേണ്ട. അവൻ എഴുന്നേറ്റു. ഞങ്ങൾ പോട്ടെ. ഇനിയും വൈകിയാൽ പ്രശ്നമാണ്. അവളുടെ കണ്ണുനീർ അവൻ അവഗണിച്ചു. യാത്ര ചോദിച്ച് ശ്രാവണിയും ഗിരീഷും നാട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾക്ക് ശേഷം അമൃത നാട്ടിലെ വീട്ടിൽ വന്നിരുന്നു. ഗിരീഷ് വിളിച്ചിട്ട് നാളുകൾ കുറേയായി. എന്തോ അവൾക്കും വിളിക്കുവാൻ തോന്നിയില്ല. അമ്മൂമ്മയുടെ കിടക്കയിലിരുന്ന് കഞ്ഞി വായിലേക്ക് മെല്ലെ പകർന്നു കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. നിന്റെ തോന്നിവാസത്തിന് ഇത്രയും കാലം ജീവിച്ചു. ഇനി അത് വേണ്ട. ഈ കല്യാണത്തിന് നീ സമ്മതിക്കും.
ഇനി സമ്മതിച്ചില്ലേലും ഞാൻ നടത്തും. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം നിങ്ങൾ നടത്താനോ? അതൊന്ന് കാണണമല്ലോ. പുറത്തിറങ്ങി അവൾ ഒരു പോരിന് തന്നെ തയ്യാറായി. ഹാളിലിരുന്ന ഉണ്ണി അവളുടെ അടുത്തേക്ക് വന്നു. നടത്തുമടി, നിന്റെ അഴിഞ്ഞാട്ടം ഇതോടെ തീർന്നു. മംഗലാപുരത്ത് നിന്റെ മറ്റവൻ അടിക്കടി വന്ന് പോകുന്നതൊക്കെ എനിക്കറിയാം. നിന്റെ ആ പൂതി നടക്കില്ല. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരുടെ ചെറ്റെ? അവൾ അലറി. അവൻ അവൾ അടിക്കുവാനായി കൈ ഓങ്ങിയപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടിയുടെ ഹോണടി കേട്ടു. ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അമൃതയും അവളുടെ അമ്മയും. മുറ്റത്തേക്ക് കയറ്റി നിർത്തിയ ഇന്നോവയിൽ നിന്നും ഗിരീഷ് ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ കുളിർമഴ പെയ്തു. താൻ ഇവിടെ വരെ എത്തി അല്ലേ? ഉണ്ണി മുരണ്ടുകൊണ്ട് ചോദിച്ചു. ഗിരീഷ് അവനെ ഗൗനിക്കാതെ അവൾക്ക് മുന്നിൽ നിന്നു. അമ്മു, റാണി എന്നെ വിളിച്ചിരുന്നു. നിന്റെ സമ്മതമില്ലാതെ വേറെ കെട്ടിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങോട്ട് വിട്ടു. എൻ്റെ കൂടെ വരുന്നോ? അവൾ നിറമിഴുകളാൽ അവനെ നോക്കി. താൻ ഇവിടെ കൊണ്ടുപോകുമോ? ഇവളെ കൊണ്ടുപോകാൻ തനിക്ക് കഴിയുമോ? എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ. ഗിരീഷിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സ്വന്തം ചോരയെ ഭയന്ന് രാത്രികളിൽ ഉറങ്ങാതെ നേരം വെളുപ്പിക്കുന്ന അമൃതയുടെ മുഖം ഗിരീഷിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അവൻ ഉണ്ണിയുടെ തലയ്ക്ക് പിന്നിലെ മുടിയിൽ കുത്തിപ്പിടിച്ചു. എന്നിട്ട് കന്നത്തിൽ ഒരെണ്ണം കൊടുത്തു. ഒരു ഞരക്കത്തോടെ ഉണ്ണി നിലത്തേക്ക് വീണു. മൂക്കിൻ്റെ പാലം ഒടിഞ്ഞിട്ടുണ്ടാകും. അമൃതയുടെ അമ്മയും ആൻറ്റിയും ഉറക്കെ നിലവിളിച്ചു. അവരെ വല്ലാത്തൊരു പകയോടെ നോക്കിയ ശേഷം ഗിരീഷ് ഉണ്ണിയുടെ അടിവയറിന് താഴെ ഒരെണ്ണം കൂടി കൊടുത്തു. കരയാൻ പോലും ആകാതെ ഉണ്ണി ഒന്ന് പിടഞ്ഞു. നിനക്ക് ജീവിതം മടുത്തു എന്ന് ഉറപ്പായാൽ മാത്രം ഇവളെ അന്വേഷിച്ച് വന്നാൽ മതി, അവൻ അമൃതയോട് പറഞ്ഞു. വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് അമ്മൂമ്മയോട് യാത്രയും പറഞ്ഞിട്ട് വേഗം വാ. ചെമ്മണ്ണ് പറത്തിക്കൊണ്ട് കാർ പാഞ്ഞു പോവുകയാണ്. നീ എന്താ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞെട്ടാതിരുന്നേ? സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ എന്തിനു ഞെട്ടണം? എനിക്കറിയാമായിരുന്നു ഗിരിയേട്ടൻ വരുമെന്ന്. എങ്ങനെ? പ്രണയം വാക്കുകളിലൂടെ പറയണം എന്നില്ലല്ലോ. അത് കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം. അവൾ മന്ദഹസിച്ചു. ഗിരീഷിൻ്റെ ഫോൺ അടിച്ചപ്പോൾ അവൻ അറ്റൻഡ് ചെയ്തു. ശ്രീധരേട്ടാ, വന്നുകൊണ്ടിരിക്കുകയാ. അത്രമാത്രം പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആരായിരുന്നു? ഒന്നും മിണ്ടാതെ അവൻ കാർ ഓടിച്ചു. കാർ പ്രേതഭവനം പോലുള്ള ഒരു വീടിന് മുന്നിൽ എത്തുമ്പോൾ രാത്രിയായിരുന്നു. എത്ര നേരം കാറിലിരുന്നു എന്ന് അമൃതയ്ക്ക് ഓർമ്മ കിട്ടിയില്ല. ഇടിഞ്ഞു വീഴാറായ ഒരു വീട്. അതിനു മുമ്പിൽ ഒരു വയസ്സിനും വേറെ ഒരാൾ നിൽക്കുന്നുണ്ട്. അമ്മു, ഇത് ശ്രീധരേട്ടൻ, എൻ്റെ സ്വന്തം ഏട്ടൻ. ഇത് കബീർ, ഞങ്ങളുടെ സുഹൃത്താണ്. രണ്ടുപേരും നിറഞ്ഞ ചിരിയോടെ അമൃതയെ നോക്കി. അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എവിടെയാണ് താൻ നിൽക്കുന്നത് എന്ന് പോലും. തനിക്ക് ഈ വീട് അറിയുമോ? ഇല്ല എന്ന് അവൾ തലയനക്കി. ഇതാണ് സാക്ഷാൽ രാഘവൻ്റെ വീട്, നിന്റെ അച്ഛൻ ജനിച്ചു വളർന്ന വീട്. അവൾ ഞെട്ടലോടെ അമ്പരപ്പോടെ അവനെ നോക്കി. വിശ്വാസം വരുന്നില്ല അല്ലേ? 1.5 വയസ്സുവരെ നീ ഈ വീട്ടിലായിരുന്നു. പിന്നെയാണ് നിന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോയത്. അന്ന് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതാണ് നീ എന്നോട് പറഞ്ഞത്. ഒരിക്കലെങ്കിലും നിനക്ക് നിന്റെ അച്ഛൻ്റെ നാട്ടിൽ, ആ വീട്ടിൽ പോക്കണമെന്ന്. അന്ന് തൊട്ട് ഞാനും ശ്രീധരേട്ടനും കബീറും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അച്ഛൻ്റെ ബന്ധുക്കളൊന്നും ജീവിച്ചിരിപ്പില്ലാട്ടോ. ഈ വീട് വേറൊരാളുടെ കൈവശമായിരുന്നു. അവൾ ഒരു കെട്ടുകഥ കേൾക്കും പോലെ വെറുതെ കേട്ടു നിന്നു. തൻ്റെ അച്ഛൻ്റെ വീട്, അവിശ്വസനീയം. ശ്രീധരേട്ടൻ മുന്നോട്ട് വന്ന് ഒരു താക്കോൽ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് മോള് അകത്തേക്ക് കയറിക്കോ. ഇതിന് വേറെ ആരുടെയും കയ്യിൽ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്? ആയിരുന്നോ? ഇപ്പോൾ ഗിരിയുടെ പേരിലാണ്. അവൻ ഇത് വാങ്ങി. അവൾ ഗിരീഷിനെ നോക്കി. അവൻ ഒരു കുസൃതി ചിരിയോടെ നിൽക്കുകയാണ്. ഗിരി, നീ ഇവളെ വീടിനക്കമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഞാനും കബീറും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. നേരം ഒരുപാടായില്ലേ. അവർ പോയി. വാതിൽ തുറന്ന് അവളുടെ കൈ പിടിച്ച് ഗിരീഷ് അകത്തോട്ട് നടന്നു. ഇടുങ്ങിയ മുറികളുള്ള പഴയൊരു തറവാട് വീട്. നടുതളത്തിലെത്തിയ ഉടനെ അവൾ ഗിരീഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തനിക്ക് സന്തോഷമായോ? ഒരുപാട്. അത്രയോ? എനിക്കും വേണ്ടൂട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൾ ചോദിച്ചു. എന്താ? എന്നോട് ആദ്യമായി പ്രണയം തോന്നിയത് എപ്പോഴാ? ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ നീ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ. പിന്നെന്ത് പറയാഞ്ഞേ? നീയല്ലേ കണ്ണിലെ പ്രണയം വായിച്ചെടുക്കാൻ കഴിയുള്ളവൾ. എന്നിട്ടെന്തേ അന്ന് അത് തിരിച്ചറിഞ്ഞില്ല? അവൾ അവനെ കൂടുതൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഒരു സത്യം ചെയ്തു തരണം. എന്താടി?
ഇനി വലിക്കരുത്, അതും ബുദ്ധിമുട്ടാ. അവൾ കാൽവിരലുകൾ നിലത്തൂന്നി അവൻ്റെ ചുണ്ടുകളിൽ അധികാരം സ്ഥാപിച്ചു. ഇനി വലിക്കാൻ തോന്നുമ്പോൾ എന്നെ ഓർമ്മ വന്നോളും. ഗിരീഷ് അവളെ ചേർത്ത് പിടിച്ച് മുടിയിഴകളിലൂടെ അരുമയായി വിരലൊടിച്ചു. പൊട്ടിയ ഓടിനിടയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം അവരെ തഴുകി. ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ എത്തിപ്പെട്ട മകളെ അച്ഛൻ അനുഗ്രഹിക്കുന്നതായി അവൾക്ക് തോന്നി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.